Hi cadets and welcome back to my channel. Cadets, നിങ്ങളും 2026 ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കേഡറ്റ് ആണോ? നിങ്ങൾ എല്ലാവരും എന്തായാലും അറിഞ്ഞു കാണും, ഇന്ത്യൻ എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഫോം ഫില്ലിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ 26 ജൂലൈ ആണ്. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതായത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോഴും തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എൻ്റെ ഫോട്ടോ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയെന്ന് എന്നീ കാര്യങ്ങളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. നിങ്ങൾ ഏത് ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുകയാണെങ്കിലും ആ ഒരു ഡിഫൻസ് ജോബിന് വേണ്ടി എന്തായാലും നിങ്ങൾ ഫിസിക്കലി നല്ലപോലെ ചെയ്തിരിക്കണം, എക്സാം നിങ്ങൾ നല്ലപോലെ അറ്റൻഡ് ചെയ്തിരിക്കണം, മെഡിക്കലി നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ് ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നതും. ഫോം ഫില്ലിങ്ങിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ, നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയാൽ പിന്നെ ഇത്രയും മാസം നിങ്ങൾ കണ്ടിന്യൂസ് അങ്ങോട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സ്റ്റേജ് 2 നിങ്ങൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനകത്ത് അവിടെയും നിങ്ങളുടെ ഈ ഒരു ചാൻസ് മിസ്സാവുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു രീതിയിലും നിങ്ങളുടെ ചാൻസ് മിസ്സാകാൻ പാടില്ല, ഒരു കുട്ടിയുടെയും ഫോമും റിജക്റ്റ് ആകാൻ പാടില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും പ്രോപ്പർ സിലബസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. 2026 എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ഫോം ഫില്ല് ചെയ്യാം, ഫോം റിജക്റ്റ് ആവാതെ എങ്ങനെ ഫോം ഫില്ല് ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതേ സെയിം ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് എയർഫോഴ്സ് എക്സ് വൈ എങ്ങനെ ഫോം ഫില്ല് ചെയ്യാം ബൈ ആന ഡിഫൻസ് അക്കാഡമി എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ അക്കാഡമിയുടെ പേര് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. കുറച്ച് ദിവസമേ ആയുള്ള ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായത് ജൂലൈ 6-നാണ്. ജൂലൈ 7-ന് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം, ഫോം ഫില്ല് ചെയ്തതിന് ശേഷം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു കമൻറ്റെങ്കിലും ചെയ്തിരിക്കണം, ഈ ഒരു വീഡിയോ എനിക്ക് ഹെൽപ്പായെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ കുട്ടികളെ, ആ ഒരു വീഡിയോയിൽ 1-2 പോയിന്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു, സർ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇവിടെയാണ് കൂടുതലും കുട്ടികളുടെയും ഫോം റിജക്റ്റ് ആകാനുള്ള സാധ്യത. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നോക്കൂ കുട്ടികളെ, ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഫോം റിജക്റ്റ് ആകാതിരിക്കാൻ. നോക്കൂ, ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം. ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതും തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുന്നതുമായിട്ടുള്ള പേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഏതാണ് ഇൻസ്ട്രക്ഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ് ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഇവിടെ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടുന്നതും അതേപോലെ സിഗ്നേച്ചറും നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നാണ്. നോക്കൂ കുട്ടികളെ, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം, ക്യാപ്ചർ ഫോട്ടോഗ്രാഫ്, അപ്ലോഡ് ഫോട്ടോഗ്രാഫ്. ക്യാപ്ചർ ഫോട്ടോഗ്രാഫ് എന്താണെന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ, നിങ്ങൾ സ്ലേറ്റ് പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് 1 മാസം പഴയ, അതായത് 1 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഫോം ഫില്ലിംഗ് പേജിൽ ലാസ്റ്റ് 3 മന്ത്സിനുള്ളിൽ എടുത്ത ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ടുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ അപ്ലോഡ് ഫോട്ടോഗ്രാഫാണ്. അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലേറ്റ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കണം. ആ സ്ലേറ്റിനകത്ത് വൈറ്റ് ചോക്ക് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതണം. അതിന് താഴെ DOP എഴുതണം. DOP എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഫോട്ടോ. എന്നാണോ ഫോട്ടോ എടുത്ത ആ ഒരു ദിവസം
ദിവസമല്ല, ഒരു ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. DOP എന്ന് എഴുതിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് 17/7/2026 എന്ന്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ വേണം നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമെന്ന്. അതാണ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലോഡ് ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ ഡ്രോപ്പ് ഫയൽസ് ഹിയർ എന്നൊരു ഓപ്ഷനുണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ വരുന്നതായിരിക്കും. നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വരുന്നതായിരിക്കും, ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം ക്ലോസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലോസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷനാണ് ക്യാപ്ചർ ഫോട്ടോഗ്രാഫ്. ക്യാപ്ചർ ഫോട്ടോഗ്രാഫ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. നിങ്ങളുടെ ഫോട്ടോ ഇതേ രീതിയിൽ വരുന്നതായിരിക്കും. പിന്നെ ഓക്കെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ എഴുതി വരും, ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന്. അതിനുശേഷം ക്ലോസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ കുട്ടികളെ നമ്മുടെ രണ്ട് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ്? അതായത് ക്യാപ്ചർ ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ അപ്ലോഡ് ഫോട്ടോഗ്രാഫും. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് വളരെ ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ക്ലോസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രീവിയസ് അതേ പേജിൽ തന്നെ പോകുന്നതായിരിക്കും. അതായത് നോക്ക്, ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇതേ രീതിയിലാണ്, നോക്ക്, ഇതേ രീതിയിൽ പേജ് വരുന്നതായിരിക്കും. ഇവിടെ ഡ്രോപ്പ് ഫയൽസ് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ ചെയ്ത ആ ഒരു പേജ് ഉണ്ടല്ലോ, അതായത് ആ ഒരു പേപ്പർ, അത് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഇനി അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ആവത്തില്ല, ഇതേ രീതിയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഡ്രോപ്പ് ഫയൽസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈസ് കൂട്ടിയതിന് ശേഷം പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ക്ലോസ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചറും അതേപോലെ തന്നെ ഫോട്ടോയും വളരെ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ തമ്പ് ഇംപ്രഷനാണ്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ ഡ്രോപ്പ് ഫയൽസ് ചെയ്യുന്നൊരു ഓപ്ഷനുണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ഇവിടെ സക്സസ്ഫുള്ളി അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്ലോഡ് ആയതിനു ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം ക്ലോസ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം കുട്ടികളെ ഇതേ രീതിയിലൊരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് 3 കാര്യങ്ങളും കാണാവുന്നതാണ്. ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ്, അതേപോലെ തന്നെ ഗ്രീൻ ടിക്കും കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നെ നിങ്ങൾ ക്യാപ്ച കോഡും അതേപോലെ തന്നെ ഈ ബോക്സെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും, അലേർട്ട് എന്നും പറഞ്ഞിട്ട്. ഇതിനർത്ഥം എന്താണ്? നിങ്ങൾ പ്രീവിയസ് സ്ലൈഡിനകത്ത് അപ്ലോഡ് ചെയ്ത ആ കാര്യങ്ങളെല്ലാം, അതായത് ഇതിന് മുകളിൽ തന്നെ അപ്ലോഡ് ചെയ്ത ആ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രിവ്യൂ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യൂ ചെയ്യാനാണ് പറയുന്നത്. നോക്കൂ കുട്ടികളെ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വ്യൂ അപ്ലോഡഡ് ഫോട്ടോ. ഇവിടെ നിങ്ങൾ എല്ലാത്തിലും ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ ഇവിടെ വരുന്നതായിരിക്കും. അത് വളരെ ക്ലിയർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യൂ ചെയ്തു എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത തമ്പ് ഇംപ്രഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. വ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഇത് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതേ രീതിയിലൊരു അലേർട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് വരത്തില്ല. ക്ലിയർ ആയാലോ? അതുകൊണ്ട് ഫൈനലി ഇതേ രീതിയിൽ പേജ് വരുമ്പോൾ ഇവിടെ എല്ലാ കുട്ടികളും വ്യൂ ചെയ്തിരിക്കണം. അത് നിങ്ങൾ കഫേയിൽ പോയി നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാരെടുത്ത്, ആ ഓരോ സ്റ്റാഫിൻ്റെ അടുത്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയണം, ഒന്ന് വ്യൂ ഒന്ന് കാണിക്കാൻ, ക്ലിയർ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. അതിനുശേഷം എന്താണ് കുട്ടികളെ ചെയ്യേണ്ടത്? അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ വരും. സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഏതിൽ കൂടിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? UPI ആണെങ്കിൽ UPI, പിന്നെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ്, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുശേഷം ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് 550 പ്ലസ് 80% GSTയും കൂടി ഉൾപ്പെടുത്തിയ ഫീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം കൺഫേം കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് കട്ടാവുന്നതായിരിക്കും. ഇത്രയുമാണ് പ്രോപ്പർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. എയർഫോഴ്സ് Xൻ്റെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിലും, വൈഡ് പറയുകയാണെങ്കിലും, മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പറയുകയാണെങ്കിലും ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, സ്റ്റഡി
മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും ബാക്കി അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പർ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ നമ്പറിൽ കോൾ ചെയ്യാം, ഈ നമ്പറിൽ മെസ്സേജും ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുക കുട്ടികളെ. എയർഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഫോം ഫില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വീഡിയോ നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടിക്കും ആവശ്യമില്ല. ഇന്നത്തോടെ നമ്മുടെ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ടോട്ടൽ 3 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോം ഫില്ലിങ് എങ്ങനെ ചെയ്യാം, ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഈ 3 വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫുൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരിക്കലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവത്തില്ല. അതേപോലെ പല കുട്ടികൾക്കും ഹെൽപ്പ് ആവുന്നതുമായിരിക്കും. ക്ലിയർ? ഏതെങ്കിലും കഫേയിൽ ചെന്നിട്ട് അവർക്ക് ഫോം ഫില്ല് ചെയ്യാൻ അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. ഒത്തിരി കുട്ടികൾ അങ്ങനെ ചെയ്യിക്കുന്നുണ്ട്. അതറിഞ്ഞിട്ട് നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണ്, കുട്ടികളുടെ ഫോമൊന്നും റിജക്റ്റ് ആവത്തില്ല, അവരുടെ ചാൻസ് മിസ്സാകത്തില്ല. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.